So, see, before we start, I have something for you. What is life without music? Okay, this is for my students, okay? I love you all. ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൻ കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൻ കഥ പറയാം. ഹലോ ഗൈസ്, കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, see, I've taken 2-3 questions. It's a mixed bag. Very easy questions, I'm sure you guys know, so it's gonna be a revision, right? Okay. അല്ല, ഞാൻ ആക്ച്വലി നേരത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴേ one, I think, I don't know, my student, okay, എന്നോട് പറഞ്ഞു പാട്ടൊന്ന് ഒഴിവാക്കാൻ. എൻ്റെ പൊന്നു മോനെ, പാട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. മിസ്സിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ പാട്ടും ഡാൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല, പാട്ട് എന്തായാലും ഉണ്ടാകും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കവിതകളും സഹിച്ചേ പറ്റും. Parachute reflex. This one, pediatric question. Parachute reflex normally appears at which age? Parachute reflex means, first, you know what you do, you hold the baby, ബാബിനെ upright ആയിട്ട് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് you tilt him forward to a surface, to a flat surface. അപ്പോൾ കുഞ്ഞ് നോർമൽ ആയിട്ട് കുഞ്ഞ് എന്ത് ചെയ്യുന്ന അറിയോ, he is going to extend his arms and open his arms like in the picture. So ഇതാണ് parachute reflex. അത് എപ്പോഴാണ് തുടങ്ങുന്നത്? Ideally or normally it should be seen from 8 to 9 months of age. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 8 മാസം ആവുമ്പോഴത്തേക്കും ഈ ഒരു റിഫ്ലെക്സ് കുഞ്ഞിന് വന്ന് തുടങ്ങണം. And എപ്പോഴാണ് അത് ഡിസപ്പിയർ ആവുന്നത്? That is very important question. It is one of the reflexes which doesn't disappear. It persists throughout life. It persists throughout life. ഇതൊരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ആണെന്ന് പറയാം. കുഞ്ഞ് വിചാരിക്കുന്നത് വീഴാൻ പോവാണെന്നാണ്. അപ്പോൾ ഇതൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ കൈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. So it persists throughout life. So it appears, parachute reflex appears at 8 to 9 months കേട്ടോ. D is the answer. Fine. Okay, next. Edmund Locard is best known for. Okay, എന്നെ കുറച്ച് വലുതാക്കട്ടെ. Edmund Locard. See, he is very ഒരു short question ആണ് forensic ന്ന്. This guy is known for which principle? Exchange principle, right? Exchange principle എന്താണ്? അത് നമ്മളെ ക്രൈം സീനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. Which says that ഒരു ക്രൈം നടന്നാൽ there is going to be exchange of matter or substance between people അല്ലെങ്കിൽ objects. എക്സാമ്പിൾ പറഞ്ഞു തരാം. Let's say ഒരു തീഫ് ഒരു വിൻഡോ പൊട്ടിച്ചിട്ട് ഒരു വീടിന്റെ അകത്തേക്ക് കയറുകയെന്ന് വെച്ചോ. അപ്പൊ വിൻഡോയിൽ ചിലപ്പോൾ ആ തീഫിന്റെ ക്ലോത്തിന്റെ ഏതെങ്കിലും പാർട്ട് അല്ലെങ്കിൽ ആളുടെ ഫിംഗർ പ്രിന്റ്സ് അല്ലെങ്കിൽ ആളുടെ ഹെയർ സംതിങ് ക്യാൻ ഗെറ്റ് സ്റ്റക്ക് there. So it will help. So ഒരു ക്രൈം നടന്നാൽ ഈ ഒരു എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ പറയുന്നത്, see, there is going to be exchange of matter between the victim and the suspect. So it helps us to find the suspects, the victims in crime scene. Crime scene ൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷനും അതിൽ ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എഡ്മണ്ട് ലോക്കാർഡ്, he is known for what, guys? Exchange principle. ഇത് മറക്കല്ലേ. Okay, DNA fingerprinting. DNA fingerprinting. Who has studied about it? DNA fingerprinting. Very good. Francis Galton. തെറ്റാണ്, ഫ്രാൻസിസ് ഗാൽട്ടൺ അല്ല. See, fingerprint patterns നെ പറ്റി പറഞ്ഞത് ആരാണ്? Okay, that is Francis Galton. ഇത് രണ്ട് fingerprint pattern different ആണ്, DNA fingerprinting വ്യത്യാസമാണ്. രണ്ടും രണ്ട് കോൺസെപ്റ്റ്സ് ആണ്. ഓഫ് കോഴ്സ് ഇത് രണ്ടും ഒരു ഇൻഡിവിജ്വലിനെ, നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. See, fingerprint pattern എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിംഗർ പ്രിന്റ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ഫിംഗർ പ്രിന്റ് പാറ്റേൺസിനെ പറ്റി പറഞ്ഞത് ഈ പുള്ളിക്കാരനാണ്. കാണുന്നുണ്ടോ ആളെ? ഓർ am I? Okay, this guy. Okay, ഫ്രാൻസിസ് ഗാൽട്ടൺ ഫിംഗർ പ്രിന്റ് പാറ്റേണിനെ പറ്റി പഠിച്ചത്
ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കോമൺ ആയിട്ട് 60-65% ഓഫ് പോപ്പുലേഷനിൽ നമ്മൾ കാണുന്ന ഫിംഗർ പ്രിന്റ് പാറ്റേൺ ഏതാണ്? ലൂപ്പ് പാറ്റേൺ ആണ് ഈ പിക്ചറിൽ രണ്ടാമത് കാണുന്നത് കേട്ടോ. ലൂപ്പ് പാറ്റേൺ. ഷുഡ് ഐ എൻലാർജ് ഇറ്റ്? ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? അത് ക്ലിയർ അല്ല അല്ലേ? ഓക്കെ, അപ്പൊ ഫ്രാൻസിസ് ഗാൽട്ടൺ ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഹലോ ഗൈസ്, ക്ലിയർ അല്ലേ? സി, ലൂപ്പ് പാറ്റേൺ എന്താന്ന് വെച്ചാല് ഇവിടെ ഇതിനെയാണ് ഞാൻ റിഡ്ജസ് എന്ന് പറയാ. എന്താ പറയാ? റിഡ്ജസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് റിഡ്ജസ്. ഓക്കെ, വേറൊരു കളർ എടുക്കട്ടെ. അപ്പം ലൂപ്പ് പാറ്റേണിൽ റിഡ്ജ് എങ്ങനെയായിരിക്കും എന്ന് അറിയടാ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വൺ സൈഡ്, അതിനുശേഷം ഒരു കേർവ് ആകുന്നു, യു കനോട്ട് സീ, ആൻഡ് ഇറ്റ് ലീവ്സ് ഫ്രം ദ സെയിം സൈഡ്. അതാണ് ലൂപ്പ് പാറ്റേൺ. സി, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം, ഈ ലൂപ്പ് പാറ്റേണിൽ റിഡ്ജസ് എങ്ങനെയായിരിക്കും? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വൺ സൈഡ്, പിന്നെ ഒരു കേർവ് ആവുന്നു, ആൻഡ് ദെൻ ഇറ്റ് ലീവ്സ് ഫ്രം ദ സെയിം സൈഡ്. അതാണ് ലൂപ്പ് പാറ്റേൺ. മനസ്സിലായോ? ഓക്കെ. അപ്പം ഫിംഗർ പ്രിന്റ് പാറ്റേൺസിനെ പറ്റി പറഞ്ഞതാരാ? ഫ്രാൻസിസ് ഗാൽട്ടൺ. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട് ടു ഐഡന്റിഫൈ ഇൻഡിവിജ്വൽസ്, അതാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. സിമ്പിൾ. ഇവിടെ വി ആർ ഐഡന്റിഫൈങ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദ ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ DNA, റൈറ്റ്? അതാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് പറയും. അതിനെ പറ്റി പഠിച്ചത് ആരാണ്? വെരി ഗുഡ്. വൺ സെക്കൻഡ് ഗൈസ്. ഓ മാൻ, വെയിറ്റ്. DNA fingerprinting, this technique, it was told by this person here, this handsome man here. Can you guys see? Yes, this is Sir Alec Jeffreys. What is it? Sir Alec Jeffreys. Appo idu random confusion avarudhu. DNA, fingerprint pattern, that is by Francis Galton, right? Father of fingerprint science, Francis Galton, and Alec Jeffreys is the father of DNA fingerprinting. So that is it, guys. Right? Hope you liked my song. Hope you like my class. Take care and stay happy, healthy, and that is it. I'll see you all in the next class. Bye.